ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന്ന് നല്ല അടിപൊളി പനീർ ബട്ടർ മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, ഫുഡിൽ ഉണ്ടാക്കി പഠിക്കുന്നവർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കേട്ടാ. ഇത് ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്യൂബ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഞാൻ 2 ചെറിയ സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയം ഞാനിവിടെ 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ടിത് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഞാനൊരു 5-10 കാഷ്നട്ടും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ടിത് നമ്മൾ സെയിം പാത്രത്തിൽ ഒരു ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്നിട്ട് അതൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. ചെറുങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ സവാള. എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം വാടി വരുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ബട്ടറിൻ്റെ കയ്യിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെല്ലനെ മിക്സ് ചെയ്യുക കേട്ടോ. അതൊന്ന് നല്ല സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവേ, അതുകൊണ്ട് നല്ല മെല്ലനെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.